സോ റിയൽ ഫാൻ ബോയ് സംഭവം എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പം ഇയാളുടെ ഒരു ഡൈനമിക് ആയിട്ടുള്ള സ്കിൽസിനെ എന്തുകൊണ്ട് അതിനെ എഫക്റ്റീവായിട്ട് തമിഴ് ഇൻഡസ്ട്രി യൂസ് ചെയ്യുന്നില്ലെന്ന് ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ട്. ഈവൻ ലാസ്റ്റ് വിടാമുയർച്ചി കണ്ടപ്പോഴും എനിക്ക് ഭയങ്കരമായിട്ടത് ഫീൽ ചെയ്തൊരു കാര്യമാണ്. എന്നാൽ അതിനൊരു ഉത്തരമായിട്ട് അതിക് രവിചന്ദ്രൻ വന്നിട്ടുണ്ട്, ഗുഡ് ബാഡ് അഗ്ലി. ഇതാണ് റിയൽ ഫാൻ ബോയ് മൂവി എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ OG സംഭവം എന്ന് പറഞ്ഞിട്ടൊരു സോങ് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. 3 ആഴ്ച കൊണ്ട് 26 മില്യൺ വ്യൂസാണ് ഈ പാട്ട് അടിച്ചിരിക്കുന്നത്. ഈ പാട്ടെന്നല്ല, ഈ മൂവിയുടെ അകത്തുള്ള എല്ലാ സോങ്സും എനിക്ക് തോന്നുന്നു T സീരീസ് തമിഴ് എന്ന് പറയുന്നത് ഹിറ്റായിട്ടുണ്ട്. അവരുടെ സബ്സ്ക്രിപ്ഷൻസ് കൂടി. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒരു സോങ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഒരു റിയൽ ഫാൻ ബോയുടെ ഒരു ഫീൽ. ഇയാൾ ഇതിനകത്ത് പാടിയിട്ടുണ്ട്. ആ പാട്ടിൽ അയാളുടെ അലർച്ച കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതാണ് ഒരു ഫാൻ ബോയ് ഫയർ എന്ന് പറയുന്നത്. നമസ്കാരം, അമൃതാണ്. എ ട്രിബ്യൂട്ട് ടു AK ബൈ എ റിയൽ ഫാൻ ബോയ്. അദ്ദേഹത്തിൻ്റെ പഴയ സിനിമകളുടെ റെഫറൻസസ് ഒക്കെ പല സ്ഥലങ്ങളിലായിട്ട് കണക്റ്റ് ആക്കുന്നുണ്ട്. ഗംഭീരമായിരുന്നു. പിന്നെ ഈ സിനിമയുടെ തുടക്കത്തിൽ തന്നെ അതിൻ്റെ ഒരു ത്രെഡ് ഇടുന്നുണ്ട്, ഇത് വേറൊരു വേൾഡാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഇതങ്ങ് വർക്കാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളൊരു 200 രൂപ എടുത്തൊരു ടിക്കറ്റ് എടുത്ത് സിനിമ തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോഴത്തേക്ക് അതിനകത്ത് അറ്റ്മോസിൻ്റെ എഫക്റ്റ് ആയിരുന്നാലും, പാട്ടുകളുടെ ഒരു പവർ ആയിരുന്നാലും, ആക്ഷൻ സീക്വൻസസ് ആയിരുന്നാലും, ഓവറോൾ ഒരു ഫാൻ വാല്യൂ ഉള്ള ഒരു നടൻ്റെ പെർഫോമൻസസ് കണ്ട് നിങ്ങൾക്ക് അങ്ങനെ ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ അത് തുടക്കം മുതൽ അവസാനം വരെ അത് തന്നെ വളരെ ഫാസ്റ്റ് പേസിലാണ് ഇത് പോണത്. ഇടയ്ക്കൊക്കെ കുറച്ച് ഇമോഷണൽ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചെറുതായിട്ടൊന്ന് സ്ലോ ചെയ്യിപ്പിക്കുന്നതല്ലാണ്ട് പിന്നെ അങ്ങോട്ടൊരു അതിരടി വിളയാട്ടമാണ് അജിത്തിൻ്റെ. പിന്നെ ഓഫ് കോഴ്സ് കുറച്ച് തമിഴ് ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്ന് കാണുമ്പോൾ ഉള്ളൊരു ഫീൽ വേറെ ആയിരുന്നു. ഞാൻ പോയ തിയേറ്റർ എടുത്ത് പറയേണ്ടതാണ്, ആറ്റിങ്ങൽ ഡ്രീംസ് എന്നാണ് കണ്ടത്. ഡ്രീംസിലെ 2nd and 3rd സ്ക്രീൻ മൈ ഫേവറേറ്റ് സ്ക്രീൻസ് ആണ്. അതിനകത്തുള്ള ഒരു അറ്റ്മോസിൻ്റെ സൗണ്ടിങ്ങും. എൻ്റെ അടുത്തിരുന്ന് തമിഴ് ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ വളരെ കാമായിട്ടിരുന്നാണ് സിനിമ കണ്ടത്. പക്ഷെ നമ്മുടെ ഒരു എക്സൈറ്റ്മെൻറ്റ് കണ്ടപ്പോഴത്തേക്ക് പിന്നെ അവരും അങ്ങ് ഇളകി. സോ അങ്ങനെ തിയേറ്ററിൽ പോയി ആസ്വദിച്ച് നിങ്ങൾക്ക് സിനിമ കാണണമെന്നുണ്ടെങ്കിൽ വെച്ച് പിടിച്ചോ. കേരളത്തിലെ സ്ക്രീൻസ് ഒരുപാട് കൂടിയിട്ടുണ്ട്. നല്ല സൗണ്ടിങ്, നല്ല സൗണ്ടിങ് ഉള്ള തിയേറ്റർ ആണെന്നുള്ളത് അഷ്വർ ചെയ്തിട്ട് പോയി കാണുക. നിങ്ങൾക്ക് മുടക്കിയ മുതലിന് വർത്താണ്. സോ അപ്പോൾ അതിൻ്റെ ടെക്നിക്കൽ സൈഡാണ് എടുത്ത് പറയേണ്ടത്. അതിൽ പ്രധാനമായിട്ടും അതിക് രവിചന്ദ്രൻ എന്ന് പറയുന്ന ഒരു സംഭവം തന്നെയാണ്. കാരണം ഇയാളുടെ ഫസ്റ്റ് മൂവി മാർക്ക് ആൻ്റണി കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഇതൊരു പ്രോമിസിങ് ഡയറക്ടറാണ്. ഇയാൾ എന്ത് കാണിച്ചു വെച്ചാലും നമുക്ക് ധൈര്യമായിട്ട് തിയേറ്ററിൽ പോയി കാണാം. ദെൻ മലയാളീസ് ആയിട്ടുള്ള കുറേ കാസ്റ്റ് ഉണ്ട്. എല്ലാവരും ഒന്നിനൊന്ന് പെർഫോം ചെയ്തിട്ടുണ്ട് ഈ സിനിമയ്ക്കകത്ത്. സോങ്സ് ചെയ്തിരിക്കുന്നതാണ്. ഓരോരോ സിനിമകൾക്കും ഇയാൾ വേറെ വേറെ ലെവലിലാണ് മ്യൂസിക് കമ്പോസ് ചെയ്ത് വെക്കുന്നതായിരുന്നാലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്ത് വെക്കുന്നതായിരുന്നാലും. RK ശേഖറിൻ്റെ ആ ഒരു കംപ്ലീറ്റ് ജെനറ്റിക്സ് കിട്ടിയിരിക്കുന്നത്. AR റഹ്മാൻ വേറെ ലെവലാണ്, പക്ഷെങ്കിലും അതിനേക്കാൾ കുറച്ചും കൂടെ പവറിലാണ് GV പ്രകാശിന് അത് കിട്ടിയിരിക്കുന്നത്. ഓസം. GVP അനിരുദ്ധമൊക്കെ ഭയങ്കര കട്ട ഫ്രണ്ട്സാണ്. അതുകൊണ്ട് തന്നെ തമിഴിൻ്റെ ഒഫീഷ്യൽ സൗണ്ടായിട്ടുള്ള അനിരുദ്ധിനെ കൊണ്ടും ഇദ്ദേഹം പാടിച്ചിട്ടുണ്ട്. അതിലാണ് സിനിമയുടെ സ്റ്റാർട്ട്. ആ പാട്ടിൽ തന്നെ സൗണ്ട് എത്ത് എന്ന് പറഞ്ഞൊരു ലൈൻ വരുന്നുണ്ട്. ആ ലൈൻ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ അറ്റ്മോസ്ഫിയറിലെ സൗണ്ട് അങ്ങോട്ട് കയറി വരും. അതൊരു വല്ലാത്ത ഫീലായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട ഒരു പാട്ടുകാരൻ എന്ന് പറയുന്നത് ടർക്കി. ഇയാൾ തമിഴാണെന്ന് തോന്നുന്നു. ഇയാളുടെ ഒരു സോങ് ഉണ്ട്, പുലി എന്ന് പറഞ്ഞിട്ട്. അത് വിഷ്വലി ട്രീറ്റ് ചെയ്തിരിക്കുന്നതും ഒക്കെ അടിപൊളിയായിട്ടാണ്. സൗണ്ട് എഫക്ട്സ് ഗൗഷിക് RJ, നവീൻ രാജ് സ്പെഷ്യൽ എഫക്ട്സ്, വിജയ് വേലുക്കുട്ടി എഡിറ്റർ, അഭിനന്ദൻ രാമാനുജൻ സിനിമാറ്റോഗ്രാഫർ. മാതിരി സിനിമാറ്റോഗ്രഫിയാണ്. സോ ടെക്നിക്കലി ഹൈ ആയിട്ടുള്ള മൂവിയാണ്. ഈ 2 വർഷം കണ്ട സിനിമകളിൽ ഏറ്റവും നല്ല സൗണ്ടിങ് ആൻഡ് ടെക്നിക്കൽ ബ്രില്യൻസ്. പിന്നെ തിരക്കഥ, ഇതെല്ലാം ഒരാൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതിക് രവിചന്ദ്രൻ അതിൻ്റെതായിട്ടുള്ള ഒരു പെർഫെക്ഷൻ ഈച്ച് ആൻഡ് എവറി ഷോട്ടിൽ ഈ മൂവിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് അജിത്ത് എന്ന ആക്ടറുടെ കംപ്ലീറ്റ് സ്കിൽസ്, ഈവൻ ഡ്രൈവിംഗ് സ്കിൽസ് പോലും ഹെവി ആയിട്ട് ഷൂട്ട് ചെയ്ത് ഈ സിനിമയ്ക്കകത്ത് വെച്ചിട്ടുണ്ട്. സോ ആൻ അൾട്ടിമേറ്റ് ട്രിബ്യൂട്ട് ടു AK അജിത് കുമാർ ബൈ എ ഫാൻ ബോയ് അതിക് രവിചന്ദ്രൻ. സോ ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയെക്കുറിച്ച് ഞാൻ തള്ളി മറിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. എനിക്ക് ഈ സിനിമ 100% വർക്കായി. എന്ന് വെച്ചാൽ എൻ്റെ പല സുഹൃത്തുക്കൾക്ക് ഈ സിനിമ അത്രത്തോളം വർക്കായിട്ടില്ല. ഈവൻ ഫിലിം ഇൻഡസ്ട്രി ആയിട്ടൊക്കെ കണക്റ്റഡ് ആയിട്ടുള്ളവർക്ക് പോലും അത്രയ്ക്ക് അങ്ങോട്ട് വർക്കായിട്ടില്ല. മാർക്ക് ആൻ്റണി പോലെ അത്രയും ഒരു പവർ കിട്ടിയില്ല എന്ന് പലരും പറഞ്ഞു. ബട്ട് എനിക്ക് ഡിപ്പെൻഡിങ് ഓൺ ദ ജോൺർ എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഈ മൂവിക്ക് ഔട്ട് ഓഫ് 10 തന്നെ റേറ്റ് ചെയ്യാണ്. വേറെ ഒന്നും പറയാനില്ല. സോ ട്രൈ ടു വാച്ച് ദിസ് മൂവി അറ്റ് യുവർ നിയർ ബൈ തിയേറ്റേഴ്സ്. അതും എടുത്തു പറയുന്നു, ഡോൾബി അറ്റ്മോസ് സൗണ്ടിങ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ആ തിയേറ്ററിൽ പോയി സിനിമ കാണുക. 100% വർത്ത് വാച്ച്. സോ ഇന്നലെ തന്നെ ആലപ്പുഴ ജിങ്കാന എന്നുള്ളൊരു സിനിമ കണ്ടു. അതും എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി. അതിൻ്റെ ഒരു റിവ്യൂ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ.